ഞാനൊരു 28-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ചൈനയിൽ പോയി. അവിടെ അപ്പോൾ ആ സമയത്ത് ചൈന ബൂം ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫാക്ടറി കങ്സോയിലുണ്ട്, ഇവൂലുണ്ട്, ഷങ്കായിലുണ്ട്, ബെയ്ജിങ്ങിലുണ്ട്. അവിടെയൊക്കെ എൻ്റെ ഓഫീസുകളും ഫാക്ടറികളും മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഉണ്ട്. അങ്ങനെ ഞാൻ ഇവൂല് ചെന്നപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി, ഇപ്പം അദ്ദേഹം ചൈനയുടെ നമ്പർ 2 ആണ്. അദ്ദേഹമായി കുറേ നേരം ഇരുന്ന് സംസാരിക്കാനുള്ള അവസരമുണ്ടായി. അവിടുത്തെ ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡ് മിനിസ്റ്ററായിട്ട് സംസാരിക്കാൻ അവസരമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ചൈന എന്ന് പേര് കേട്ടത് ചീനവല, അതല്ലെങ്കിൽ ചീനച്ചട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചൈനയെപ്പറ്റി കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെയാണ് ചൈനയുടെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തത് വേൾഡിൽ. അപ്പം എന്താണ് ഇക്കണ്ട നാളും അറിയപ്പെടാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓൾ ദീസ് ഇയേഴ്സ്, ഈ കാലം അത്രയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. കാരണം ലോകത്തിന് ഞങ്ങളുടെ രാജ്യം തുറന്നു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. റോഡ്, ബ്രിഡ്ജസ്, അവിടെ 14, ഇപ്പോൾ നിങ്ങൾ ബെയ്ജിങ്ങിൽ പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഷങ്കായിലേക്ക് പോകുമ്പോൾ അറിയാം, 14 ഓവർ ബ്രിഡ്ജ് ഒരുമിച്ചാണ് അവിടെ. അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും അവർ മാനുഫാക്ചറിങ് ഹബ്ബ് ഉണ്ടാക്കി. കോട്ടേജ് ഇൻഡസ്ട്രി മാതിരി ഓരോ പ്രൊഡക്റ്റിൻ്റെ, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ വീടുകളിലേക്കും ആ ഇൻഡസ്ട്രി വ്യാപിപ്പിച്ചു. സൈക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊരു സൈക്കിൾ ഫാക്ടറി പോയി കണ്ടു. ഞാനപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ പോയി കാണാറ്, ഒന്ന് അവിടെ ഷോപ്പിംഗ് മാളുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ്, മറ്റൊന്ന് അവിടുത്തെ മാനുഫാക്ചറിങ് ഫാക്ടറികൾ സമ്മതം തരുന്ന, പെർമിഷൻ കിട്ടുന്ന സ്ഥലത്ത് അതൊക്കെ പോയി കണ്ടു പഠിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അപ്പോൾ സൈക്കിളിൻ്റെ ഒരു റിമ്മ് ഉണ്ടാക്കണമെങ്കിൽ 1 മില്യൺ റിമ്മ് ഒരുമിച്ചാണ്, 10 ലക്ഷം. ടയർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് 10 ലക്ഷം ടയർ ഒരുമിച്ചാണ്. എന്നിട്ടാണ് അതിൻ്റെ അസംബ്ലിങ് യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇൻഫ്രാസ്ട്രക്ചറും മാനുഫാക്ചറിങ് ഹബ്ബും ഒരുമിച്ച് ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് കൺസ്യൂമർ പ്രൊഡക്ട്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി ചൈന മാറിയത്.